ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് BCG മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഏതൊരു ബിസിനസ്സിനും അതിന് ഗോളുകൾ ഉണ്ടായിരിക്കും. ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ കമ്പനീസിന് പല സ്ട്രാറ്റജീസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി കുറേ കാര്യങ്ങൾ ബിസിനസ് യൂണിറ്റിനെയും അവരുടെ പ്രൊഡക്റ്റ് ലൈനിനെ കുറിച്ച് നല്ല രീതിയിൽ ഒന്ന് വിശദമായിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സച്ച് അനാലിസിസ് ദ കമ്പനി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനാലിസിസിൽ നിന്ന് മാത്രമാണ് കമ്പനിക്ക് മനസ്സിലാക്കാൻ പറ്റുക എത്രത്തോളം നല്ല രീതിയിലാണ് അവരുടെ ബിസിനസ് യൂണിറ്റുകളും പ്രൊഡക്റ്റ് ലൈനും ഒക്കെ മാർക്കറ്റിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും രണ്ട് ടൂളുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ടൂൾസ് ഫോർ അനലൈസിങ് പ്രോഡക്ട്സ് ആൻഡ് ബിസിനസ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊഡക്റ്റുകളെയും ബിസിനസ് യൂണിറ്റിനെയും അനലൈസ് ചെയ്യാനുള്ള രണ്ട് ടൂളുകളാണ്. വൺ ഈസ് BCG മെട്രിക്സ് ആൻഡ് ദ അതർ ഈസ് GE മെക്കിൻസി മെട്രിക്സ് എന്ന് പറയുന്നു. അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോവാണ് BCG മെട്രിക്സ് എന്താണെന്നുള്ളത്. ഈ BCG എന്ന് പറയുന്നത് മെയിനായിട്ട് ബോസ്റ്റൺ മെട്രിക്സ് വാസ് ഡെവലപ്ഡ് ബൈ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പാണ് ഈ ഒരു അനാലിസിസ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഈ ടൂള് കണ്ടുപിടിച്ചിരിക്കുന്നത്, അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1970s. ഈ BCG മെട്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഗ്രാഫിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി തരിക. ഗ്രാഫിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു ഓർഗനൈസേഷനെ എങ്ങനെ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം, അതുവഴി അത് എക്സാമിൻ ചെയ്യണം പല ബിസിനസ്സും പ്രോഡക്റ്റ് ലൈനുമായിട്ട് എൻ്റെ പോർട്ട്ഫോളിയോയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, റിലേറ്റീവ് മാർക്കറ്റ് ഷെയറും ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റും. റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ, ഈ ഒരു കമ്പനിക്ക് എത്രത്തോളം മാർക്കറ്റിൽ ഒരു ഹോൾഡ് ഉണ്ട്, ഷെയർ ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് അവരുടെ യൂണിറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിനെ കണക്കാക്കിയിട്ടുള്ളൊരു മെട്രിക്സ് ആണ് BCG മെട്രിക്സ് എന്ന് പറയുന്നത്. എല്ലാ ബിസിനസ് യൂണിറ്റുകളും ഓർഗനൈസേഷനിൽ ഈ ഒരു ഒറ്റ മെട്രിക്സിലൂടെ തന്നെ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഡസ്ട്രി ഓർ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആ ഒരു ചിത്രം നമ്മൾക്ക് കാണിച്ചു തരാം. അതിൽ പ്രധാനമായിട്ട് പറയുന്നത്, അതിൽ വെർട്ടിക്കൽ ആക്സിസിലാവുമ്പം ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിലെ ഗ്രോത്ത് റേറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് വരുമ്പം റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഹൊറിസോണ്ടൽ മാർക്കറ്റ് ഷെയറും വെർട്ടിക്കൽ മാർക്കറ്റ് ഗ്രോത്തും. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിക്ക് വുഡ് പ്ലോട്ട് ദ ബിസിനസ് ഓർ പ്രോഡക്ട്സ് ഇൻ ദ അപ്രോപ്രിയേറ്റ് സെൽസ് ഓഫ് ദ മെട്രിക്സ്, ഗെറ്റ് ആൻ ഓവർവ്യൂ ഓഫ് ഹൗ ദ എൻറ്റയർ പോർട്ട്ഫോളിയോ ഓഫ് ബിസിനസ് ഓർ പ്രോഡക്ട്സ് ഈസ് പെർഫോമിങ്. ഒരൊറ്റ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മാർക്കറ്റ് ഷെയർ എത്രയാണെന്നുള്ളതും ഈ കമ്പനിയുടെ ഗ്രോത്ത് എത്രയാണെന്നുള്ളതും. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു ആക്സിസിൽ പ്രധാനമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ അറിയോ, അട്രാക്റ്റീവ്നെസ് ആൻഡ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഓഫ് എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ എത്രത്തോളം നമ്മുടെ കമ്പനിയും പ്രോഡക്റ്റുകളും അതിന് എത്ര ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. സോ എ മാർക്കറ്റ് ദാറ്റ് ഈസ് ഗ്രോയിങ് ആൻഡ് എക്സ്പാൻഡിങ് ഈസ് പെർഹാപ്സ് മോർ അട്രാക്റ്റീവ് ദാൻ എ മാർക്കറ്റ് ദാറ്റ് ഈസ് സ്റ്റേബിൾ ഓർ ഗ്രോയിങ് റിലേറ്റീവ്ലി സ്ലോലി. അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഏറ്റവും അട്രാക്റ്റീവ് ആവുന്ന എപ്പോഴാണ്, വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. അതാണ് എല്ലാവർക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുന്നത്. ഏതിനെക്കാട്ടിലും വളരെ മെല്ലെ വളരുന്നതും എന്നാൽ അതിൻ്റെ വളർച്ച വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടായിരിക്കും. അതിനേക്കാൾ കൂടുതൽ അട്രാക്റ്റീവ് എപ്പോഴും ആവുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോ ചെയ്യുന്നതും അത് എക്സ്പാൻഡ് ചെയ്യുന്നതുമാണുള്ള കമ്പനീസിനാണ്. അപ്പം മാർക്കറ്റ് ഷെയർ ആക്സസ് എന്ന് പറയുന്നത് അവിടെ മെഷർ ചെയ്യുന്നത് എന്താണ്, ഒരു കമ്പനിയുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആ മാർക്കറ്റിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ള മെഷേഴ്സാണ് അവിടെ എടുക്കാനുള്ളത്. കാരണം അതിൽ എത്ര സെയിൽസ് ഒരു കമ്പനി നടത്തുന്നുണ്ട്, അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പം ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എത്രത്തോളം അവിടെ സെയിലായി പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നോക്കുന്നത്. ജനറലി ഹയർ ദ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ആവും തോറും മോർ ക്യാഷ് എ ബിസിനസ് വിൽ ജനറേറ്റ്. മാർക്കറ്റ് ഷെയർ കൂടുക എന്ന് പറയുമ്പം കൂടുതൽ പ്രോഫിറ്റും സെയിൽസും ഒക്കെ ഉണ്ടാവുക എന്നല്ല. അപ്പം അതിൻ്റെ മാർക്കറ്റ് ഷെയറും ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻക്രീസ് ആവുന്നു. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്
ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് മാർക്കറ്റ് ഗ്രോത്ത് ആണ് വെർട്ടിക്കൽ ആക്സിസിൽ പറയുന്നത്. ഹൊറിസോണ്ടലി അത് പറയുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും അതിൻ്റെ മാർക്കറ്റ് ഷെയർ ആണ്. ഇവിടെ മാർക്കറ്റ് ഗ്രോത്ത് ആണ്, ഇവിടെ മാർക്കറ്റ് ഷെയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ 4 തരത്തിൽ, അതൊരു ഗ്രാഫായിട്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. ഇതിൽ 4 കോളം വരുന്നുണ്ട്. ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നുണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഡോഗ് ഉണ്ട്, ക്യാഷ് കൗ ഉണ്ട്. ഇതാണ് ഈ ഒരു മാട്രിക്സിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്ന പദവി എവിടെയാണ് വരുന്നത് നോക്കൂ. മാർക്കറ്റ് ഹൈ ആണ്, ഗ്രോത്ത് ആയി നിൽക്കുന്ന ഒരു സമയം. അതേപോലെ ഇവിടെ മാർക്കറ്റ് ഷെയറും ഇങ്ങോട്ടാണ് വരുന്നത്, അപ്പോൾ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ ഇത് നല്ലൊരു സിമ്പലാണ്. കാരണം ഹൈലി ഗ്രോത്തിലൊരു കമ്പനിയാണ്, മാർക്കറ്റ് ഷെയർ വളരെ കൂടുതലുള്ള ഒരു കമ്പനിക്കാണ് ഈ ഒരു പോർഷൻ വരുന്നത്, സ്റ്റാർ എന്ന് പറയുന്ന. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? കമ്പനിക്ക് എന്തുണ്ട്? മാർക്കറ്റ് ഗ്രോത്ത് ഒക്കെ ഉണ്ട്, പക്ഷെ മാർക്കറ്റ് ഷെയർ അത്ര തന്നെ ഇല്ല. ഇനി ഈ ക്യാഷ് കൗവിലേക്ക് വരികയാണെങ്കിലോ, ഇവിടെ മാർക്കറ്റ് ഗ്രോത്ത് അതേപോലെ തന്നെ റിലേറ്റീവ് മാർക്കറ്റ് ഷെയറും ആ ഒരു ഡിഫറൻസ്, അതായത് ക്യാഷ് കൗവിലേക്ക് വരുമ്പം ആ ഒരു ഗ്രോത്ത് കുറച്ച് കുറവാവുകയാണ്, മാർക്കറ്റ് ഷെയർ ഉണ്ട്. പക്ഷെ ഡോഗ് എന്നുള്ളതിലേക്ക് വരുമ്പോൾ എന്താ, രണ്ടും കുറവാണ്, മാർക്കറ്റ് ഷെയറും ഇല്ല, ഗ്രോത്തും ഇല്ലാത്തൊരവസ്ഥയാണ് ഡോഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കുറച്ചും കൂടി എക്സ്പാൻഷൻ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു കണ്ട ചിത്രത്തിലെ 4 സെല്ലുകളെ കുറിച്ച്, 4 സെൽസ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് ബിസിനസ് ആണ് അവിടെ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് കണ്ടത് സ്റ്റാർ ആണ്. സ്റ്റാർസ് ആർ ഹൈ ഗ്രോത്ത്, ഹൈ മാർക്കറ്റ് ഷെയർ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റാർ എന്ന് പറയുമ്പം അവിടെ ആ കമ്പനിക്ക് നല്ല രീതിയിൽ ഗ്രോത്തും ഒപ്പം തന്നെ നല്ല മാർക്കറ്റ് ഷെയറും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദേ ആർ ദ മാർക്കറ്റ് ലീഡേഴ്സ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് നമുക്ക് പറയാം, വളരെ മാർക്കറ്റിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ദീസ് പ്രോഡക്ട്സ് ആർ എ കമ്പനീസ് മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ദ പ്രോഡക്റ്റ് ലൈൻ. എല്ലാറ്റിലും മുന്നിൽ നിൽക്കുക, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ അത്രത്തോളം വാല്യുബിൾ അസറ്റ് ആയിട്ട് വരിക, നല്ല രീതിയിൽ ക്യാഷ് ജനറേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുക, അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അവരുടെ ഗ്രോത്ത് റേറ്റ് എപ്പോൾ സ്ലോ ആവുന്നോ അപ്പോൾ ആ സ്റ്റാർ എന്തായി മാറും, ക്യാഷ് കൗ ആയിട്ട് മാറും. ഓക്കെ, ഗ്രോത്ത് റേറ്റ് കുറയുമ്പോൾ സ്റ്റാർ ക്യാഷ് കൗ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ചിത്രം ഒന്നുകൂടിയിട്ട് നോക്കുക. ഗ്രോത്ത് റേറ്റ് കുറയുക, ഇതാ ഈ ഗ്രോത്ത് റേറ്റ് ഇങ്ങോട്ടേക്കാണ്, പക്ഷെ അത് കുറഞ്ഞു വരുമ്പം ഈ സ്റ്റാർ എവിടേക്കായി മാറുന്ന പറഞ്ഞാൽ ക്യാഷ് കൗവിലേക്ക് മാറും. ഓക്കെ, ഇവിടെ ഗ്രോത്ത് റേറ്റും മാർക്കറ്റ് ഷെയറും കൂടി നിൽക്കുമ്പോഴാണ് സ്റ്റാർ ആവുന്നത്. ഗ്രോത്ത് കുറയുമ്പം അതേതായി മാറും, മാർക്കറ്റ് ഷെയർ ഉണ്ടാവും പക്ഷെ ഗ്രോത്ത് കുറയും, അത് ക്യാഷ് കൗവിലേക്കാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് അപ്പോൾ ക്യാഷ് കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ബിസിനസ് പ്രൊഡക്ട്സ് വിച്ച് ജനറേറ്റ് ലാർജ് എമൗണ്ട്സ് ഓഫ് ക്യാഷ് ബട്ട് ദെയർ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് സ്ലോ. അവിടെ നമുക്ക് മാർക്കറ്റ് ഷെയർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ക്യാഷ് കൂടുതലായിട്ട്, വളരെ പ്രോഫിറ്റബിളും ആണ്. എന്തുകൊണ്ടാണ്? ഹൈ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അവർക്ക് ആവശ്യം വരുന്നില്ല. ദേ ആർ യൂഷ്വലി അറ്റ് ദ മെച്യൂരിറ്റി സ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അവർ നോർമലി ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്? ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു, അതായത് ഇനി വളർച്ച മെല്ലെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സ്റ്റേബിളായി വന്ന് പക്വതയിലേക്ക് എത്തിയൊരു ലൈഫ് സൈക്കിളാണ് ഏത് പറയുന്നത്, ഈ ഒരു ക്യാഷ് കൗ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീസ് ആർ ദ ബിസിനസ് പ്രോഡക്ട്സ് ദാറ്റ് ആർ ഹൈ ഗ്രോത്ത് മാർക്കറ്റ് ബട്ട് ആർ അച്ചീവിങ് ലോ ലെവൽസ് ഓഫ് മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ കുറവും ഗ്രോത്ത് റേറ്റ് കൂടുതലുള്ള ആ ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത്. മാർക്കറ്റ് ഷെയർ അവിടെ കൂടുതലാണ് പക്ഷെ ഗ്രോത്ത് റേറ്റ് കുറവാണ്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. മാർക്കറ്റ് ഷെയർ ഉണ്ട് പക്ഷെ ഗ്രോത്ത് റേറ്റ് അവിടെ കുറവാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈ ഗ്രോത്ത് റേറ്റ് അച്ചീവിങ് ലോ ലെവൽസ് ഓഫ് മാർക്കറ്റ് ഷെയർ കുറയുക, ഗ്രോത്ത് റേറ്റ് കൂടുക. ദീസ് ആർ സം ടൈംസ് കോൾഡ് പ്രോബ്ലം ചിൽഡ്രൻ ഓഫ് വൈൽഡ് കാറ്റ്സ്. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് പ്രോബ്ലം ചിൽഡ്രൻ അല്ലെങ്കിൽ വൈൽഡ് കാറ്റ് എന്ന പേരിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിനെ അറിയപ്പെടുന്നത്. കാരണം ഇവിടെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ആവശ്യമാണ് അവരുടെ ആ ഒരു ഗെയിന്
അല്ലെങ്കിൽ ആ മാർക്കറ്റ് ഷെയർ അവർക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു ഹ്യൂജ് എമൗണ്ട് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ കമ്പനി മസ്റ്റ് തിങ്ക് സീരിയസ്ലി അബൌട്ട് വെദർ ടു ഇൻവെസ്റ്റ് ഫർദർ ഇൻ ദീസ് ബിസിനസ്സസ്. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കമ്പനി ചിന്തിക്കുകയാണ് ഇനിയും ഇതിലേക്ക് പൈസ ഇറക്കിയിട്ട് കാര്യമുണ്ടോ, ഇൻവെസ്റ്റിംഗ് ഇൻ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് റിസ്കി. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ ഇട്ടിരിക്കുന്നത്. ഒരു ആലോചന അല്ലെങ്കിൽ ഒരു പുനഃപരിശോധന വരുന്നൊരു സ്റ്റേജാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ നല്ല രീതിയിൽ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലേ കമ്പനിയുടെ ഷെയർ അവിടെ കൂടുള്ളൂ. അപ്പം അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതാണ് ആ ഒരു ചിത്രം കാണിച്ചിരിക്കുന്നത്. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാർക്ക് എന്തായി മാറും, സ്റ്റാർ ആയിട്ട് മാറും. ഓക്കെ, സ്റ്റാറായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ മാർക്കറ്റ് ഷെയറും ഉണ്ടാവും, ഹൈ ഗ്രോത്തും കിട്ടും. പക്ഷേ ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്നത് എന്താണ്, അവിടെ ഹൈ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ, അവിടെ എന്തില്ല, മാർക്കറ്റ് ഷെയർ കുറവാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡോഗ്സ് ആണ്. ഡോഗ്സിന്റെ ചിത്രം നമ്മൾ കണ്ടിരുന്നു. അവിടെ എന്താണ്, ലോ മാർക്കറ്റ് ഷെയറുമാണ്, ലോ ഗ്രോത്തും ആണ്. രണ്ടും ലോ ആണ് ഡോഗ്സിനെ സംബന്ധിച്ചോളം. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഡോഗ്സ് ആർ നോട്ട് ഓൾവേസ് മേക്കിംഗ് ബട്ട് ദേ ക്യാൻ ബി ഡ്രെയിൻ ഓൺ റിസോഴ്സസ്. ആ ഡോഗ് എന്നുള്ള ചിഹ്നം കാണിക്കുന്നത് തന്നെ നമ്മുടെ റിസോഴ്സുകൾ ഇല്ല എന്നുള്ളതാണ്. ഒരു മാർക്കറ്റ് ഷെയറും ഇല്ല, മാർക്കറ്റ് ഗ്രോത്തും ഇല്ല. സോ അതിനെ പറഞ്ഞ വേറൊരു പേരാണ് ക്യാഷ് ട്രാപ്പ് അല്ലെങ്കിൽ പെറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്യാഷ് ട്രാപ്സ് അല്ലെങ്കിൽ പെറ്റ്. ദീസ് ആർ യൂഷ്വലി പ്രോഡക്ട്സ് ഇൻ ദ ലേറ്റ് മെച്യൂരിറ്റി ഓർ ഡിക്ലൈനിങ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഏറ്റവും അവസാനം ആവുന്ന ഒരു സ്റ്റേജാണ്. ഡോഗ് ഷുഡ് ബി ഐദർ സോൾഡ് ഓഫ് ഓർ മാനേജ്ഡ് കെയർഫുള്ളി. ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കമ്പനീനെ നമുക്ക് വിറ്റൊഴിക്കാനേ പിന്നെ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് BCG മെട്രിക്സ് എന്ന് പറയുന്നത്. സ്റ്റാർ, ക്യാഷ് കവ്, അതേപോലെ ക്വസ്റ്റ്യൻ മാർക്ക്, ലാസ്റ്റ് ഡോഗ്സ്. അതിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഗ്രോത്ത് റേറ്റും ഹൈ മാർക്കറ്റ് ഷെയറുമാണ്. ക്യാഷ് കവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ഉണ്ട്, പക്ഷെ ഗ്രോത്ത് സ്ലോ ആണ്. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുമ്പം അവിടെ ഹൈ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ മാർക്കറ്റ് ഷെയർ വളരെ കുറവാണ്. ഇനി ഡോഗ്സ് എന്ന് പറയുമ്പോഴോ അവിടെ മാർക്കറ്റ് ഷെയറും ഗ്രോത്തും രണ്ടും കുറവായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് സ്ട്രാറ്റജീസ് വരുന്നുണ്ട്. അഡോപ്റ്റഡ് ഫോർ SBUs. അതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്താണ്, ബിൽഡിംഗ് ആണ്. ദ സ്ട്രാറ്റജീസ് അപ്രോപ്രിയേറ്റ് ഫോർ ക്വസ്റ്റ്യൻ മാർക്സ് വിച്ച് ക്യാൻ ഡെവലപ്പ് ഇൻ ടു സ്റ്റാർസ്. അതായത് ഈ ഒരു സ്ട്രാറ്റജിയിൽ മെയിനായിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ആവുന്ന ക്വസ്റ്റ്യൻ മാർക്സ് ആണ്. കാരണം വിച്ച് ക്യാൻ ഡെവലപ്പ് ഇൻ ടു സ്റ്റാർസ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കി മാറ്റാം, നല്ല രീതിയിൽ ഒരു സ്റ്റാർ ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ക്വസ്റ്റ്യൻ മാർക്കിനെ. ഇനി ഹോൾഡിങ്സ് ആണ് അടുത്തത്. ദിസ് ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ ക്യാഷ് കൗസ്. ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ എന്തുണ്ട് എന്നുള്ളത്. റിയലൈസ് ദ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഓവർ ദ പീരീഡ് ഇൻ ഫ്യൂച്ചർ. വരുന്ന ഭാവിയിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ക്യാഷ് ഫ്ലോ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നതാണ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത്. ഇത് കാണിക്കുന്നത് ക്യാഷ് കൗവിനെയാണ്. ഇവിടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കിനെയാണ്. ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ മാർക്സ് ഡോഗ്സ് ഹോൾസം പ്രോമിസ്. ഇറ്റ് ഇൻവോൾവ്സ് എലിമിനേറ്റിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇവിടെ ഒരു ഫേമിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. അതിനെയൊക്കെ മാക്സിമം എലിമിനേറ്റ് ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റ് കുറയ്ക്കുക, എക്സ്പെൻഡിച്ചർ അങ്ങനെ വെട്ടിച്ചുരുക്കുന്ന ആ ഒരു രീതിയാണ് ഈ ഒരു ഹാർവെസ്റ്റിങ്ങിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇനി ഡിവെസ്റ്റിംഗ് ഉണ്ട്. ദിസ് ഇസ് സ്യൂട്ടബിൾ ഫോർ ക്വസ്റ്റ്യൻ മാർക്സ് ആൻഡ് ഡോഗ്സ് ദാറ്റ് ആർ ഷോയിങ് പുവർ പെർഫോമൻസ്. ഏതാണോ പുവർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അത് ഡോഗ്സ് ആണ് മെയിനായിട്ട്. ക്വസ്റ്റ്യൻ മാർക്സും ഡോഗ്സിനും ഒക്കെ പറ്റുന്ന ഒരു രീതിയാണ് ഡിവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, സെല്ല് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ്സിനെ ലിക്വിഡേറ്റ് ചെയ്യുക. കാരണം റിസോഴ്സൊക്കെ നല്ല രീതിയിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിൽ കൊടുക്കുക എന്നാണ് ഡിവെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു BCG മെട്രിക്സ് 4 നമ്മൾ പറഞ്ഞതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത്. മറ്റുള്ള ആൾക്കാരെ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റുകൾ, അത് ബിൽഡിങ്, ഹോൾഡിങ്, ഹാർവെസ്റ്റിംഗ്, ഡിവെസ്റ്റിംഗ്. ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്സിന് അപ്രോപ്രിയേറ്റ് ആയത്. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൗ ആണ്. ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്സും ഡോഗ്സും കൂടി ചേർന്നത്. ഡിവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കും ഡോഗ്സും തന്നെയാണ്. അതിൻ്റെ പെർഫോമൻസിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഇന്ന് BCG മെട്രിക്സ് എന്താണെന്നുള്ളതും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും
അതിൽ പറഞ്ഞിരിക്കുന്ന ആ 4 കാര്യങ്ങളും എന്താണെന്ന് മാത്രമാണ് ഒന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി BCG മെട്രിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജും അതുപോലെ ഡിസഡ്വാൻറ്റേജും റിയൽ ലൈഫ് എക്സാമ്പിൾസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അതോടെ ആ ഒരു ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്